നമ്മളാണെങ്കിൽ ഇന്ന് പുതിയൊരു ബിയർ റാങ്ക് പുഷ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളാണെങ്കിൽ ഇപ്പോൾ മാസ്റ്ററിലാണ് നിൽക്കണേ. എൻ്റെ ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേഗം സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളൊരു ഷോർട്സ് അതിലാണെങ്കിൽ ആദ്യത്തെ ഷോർട്സിന് തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മളാണെങ്കിൽ ഇപ്പോൾ 6720 പോയിൻ്റ്. നമുക്കിനി 7100 അടിക്കാനുള്ള കളിയാണ് ഇനി കാണാൻ പോണത്. നിങ്ങൾ നൈസ് കളിയാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോ കണ്ടിട്ട് പോയോ. ആദ്യമാണെങ്കിൽ ഞാൻ അവിടെ ഒരു നെയ്ഡിട്ട് എറിഞ്ഞു. അപ്പോൾ ആ പെണ്ണ് 52 കയറിപ്പോൾ എൻ്റെ ടീം ഈ കളിനായിട്ട് ഡുവോയാണ് കളിച്ചിരുന്നേ, അത് പറയാൻ മറന്നു. എന്നിട്ട് നമ്മൾ ആ ഒരു പെണ്ണിനെ അടിച്ചിട്ടിട്ട് ആ കളി അവനെ സുഖമായിട്ട് പോയി അടിച്ചു. അങ്ങനെ ആ കളി എത്ര കില്ലാന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ കില്ലാണ് നോക്കാൻ പോവലില്ല. അങ്ങനെ നമ്മൾ ഈ ഒരു കളി തുടങ്ങിയപ്പോൾ വണ്ടിയിൽ ആ മോൺസ്റ്റർ ട്രക്കിൽ നമ്മൾ വൂക്കോങ് ഇറങ്ങിയില്ല, അതാണെന്ന് വിചാരിച്ചത്. ഓനല്ല. പിന്നെ ഇവിടെയാണ് ഞാൻ പെട്ടുപോയി. കാരണം എന്താ വെച്ചിട്ടാ ഓൻ്റെ ആ മോൺസ്റ്റർ ട്രക്ക് നിൽക്കണ കാരണം എനിക്ക് ഇവിടുന്ന് ഓനെ അടിക്കാൻ വയ്ക്കണില്ല, ഗ്ലൂ ഇടാൻ വയ്ക്കണില്ല. എന്നിട്ട് നമ്മൾ ഒരു ഗ്ലൂ ഇട്ട് ഓനെ നെയ്ഡ് എറിഞ്ഞ് കൊല്ലാൻ നോക്കി. ഒരു വുഡ് പെക്കറായിട്ട് നമ്മൾ കൊടുത്തിരുന്നു ഒരു 49. എന്നിട്ട് ഓന് ഒരേ ക്യാരക്ടർ ആയതുകൊണ്ട് ഓൻ്റെ പെട്ടെന്ന് തീരുന്നില്ല. അത് എൻ്റെ ഒരേ ക്യാരക്ടർ ആയതുകൊണ്ടല്ല, എൻ്റെ ഈ ക്യാരക്ടർ ആയതുകൊണ്ട് ഓൻ്റെ ആ ക്യാരക്ടർ ആയതുകൊണ്ട് ഒരു ആകണില്ല. ഓൻ ഇനിയും പെട്ടെന്ന് കൊല്ലാൻ വയ്ക്കണം. എന്നിട്ട് ഇവിടെ മറ്റേ സോണിൽ കുടുങ്ങി ചത്തു. ഇപ്പോഴല്ല, കുറച്ച് കഴിയും, ഇപ്പം തന്നെ ആവും ഏകദേശം. നമ്മൾ ഇവനാണെങ്കിൽ ലാൻഡ് മൈൽ വെച്ചിട്ട് എന്നെ കൊല്ലാൻ നോക്കി. എന്നിട്ട് നമ്മൾ M10 എടുത്തിട്ട് ഓനെ അവിടെ കൊന്ന്. ഈ മാച്ച് ഓനെ സുഖമായിട്ട് നമ്മൾ പോയി അടിച്ചിട്ടാ. ആ മാച്ചാണെങ്കിൽ നമുക്ക് 38+ കിട്ടിയത്. അങ്ങനെ നമ്മൾ ഈ മാച്ചാണെങ്കിൽ സോണിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി അറിയാണ്ട്. നമ്മളാണെങ്കിൽ എന്നിട്ട് വണ്ടി എടുത്ത് വന്നിട്ട് ഇവിടെ ആണെങ്കിൽ ഒരുത്തുണ്ടായിരുന്നു. നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചാൽ അവനെ കണ്ടിട്ട് അവിടെ അതിനെ പോകുമ്പോൾ അവന് ചാടി അടിക്കാനാണ്. എന്നിട്ട് നമ്മൾ ഓനെ ബാക്കിൽ നിന്ന് വന്നിട്ട് നൈസിനോട് അടിച്ചിട്ടു. പിന്നെ സോണി ഇക്കാണ് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ എൻ്റെ ക്യാരക്ടർ ഇട്ടിരുന്നു, അത് അപ്പട്ടായിരുന്നു. ഈ കളിൻ്റെയൊക്കെ M10ഉം വുഡ് പെക്കറുമാണ്. നമ്മളാണെങ്കിൽ എന്നിട്ട് അവൻ ഈ ഒരു ഭാഗത്തേക്ക് വന്നിരുന്നു. നമ്മളാണെങ്കിൽ നമ്മളെ ക്യാരക്ടർ സ്കില്ലും കൂടെ ഓണാക്കി. എന്നിട്ട് പെട്ടെന്ന് എനിമീസിന് നമ്മളെ കൊല്ലാൻ വയ്ക്കില്ല. എന്നിട്ട് നമ്മൾ ഓനെ കൊണ്ട് അടിച്ചിട്ടിട്ട് ഈ കളി കൊണ്ട് പോയി അടിച്ച്. ഈ കളിയും നമുക്ക് 27+ കിട്ടിയായിരുന്നു. ചില കില്ലെടുത്തിട്ട് അധികം പ്ലസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ കളി നൈസ് കളിയായിരുന്നു പറഞ്ഞാൽ നൈസ് കളിയായിരുന്നു. നമ്മളെ ട്രോഗണിൽ മലപ്പുറം 19 സ്ഥാനമുണ്ട്. 19. ഈ കളി നമ്മളൊക്കെ ട്രോഗണ്ണും ഗ്രോസ് എക്സും ഉണ്ടായിരുന്നു. ഇവനാണെങ്കിൽ എനിക്ക് നല്ല ഹെൽത്ത് ആ ലോങ് തന്നിരുന്നു. എന്നിട്ട് ഇവൻ എൻ്റെ അടുത്തേക്ക് റഷ് ചെയ്ത് വന്നപ്പോൾ ഇവൻ ഈ ഗ്ലൂ പൊട്ടിച്ചിട്ടൊക്കെ അടിക്കാൻ നോക്കി. എന്നിട്ട് ഞാൻ ഗ്രോസ് എടുത്തിട്ട് നേരെ അവനെ കൊല്ലാൻ നോക്കി. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഉണ്ടായിരുന്നു. ഞാൻ ഈ ഗ്ലൂവിൻ്റെ ഭാഗത്ത് ഉണ്ടാവുക വിചാരിച്ചിട്ട് എന്നിട്ട് അവിടെ ചുറ്റും നല്ല ഗ്ലൂ ഇട്ട് അടിച്ച് ഇതാക്കിയിരുന്നു. വേറെ അടുത്ത് തന്നെ അവിടെ നിന്ന് അടിക്കണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് അവനെ ശ്രദ്ധിച്ചില്ല. നമ്മൾ ഗ്രോസ് ആയിട്ട് 2 അടി കൊടുത്തപ്പോഴേക്ക് ഓൻ ചത്ത്. എന്നിട്ട് നമ്മൾ ഓൻ്റെ ലൂട്ട് ബോക്സ് ഇങ്ങനെ ലൂട്ടി. എന്നിട്ട് നമ്മൾ ഈ സോൺ വരുന്ന കാരണം ഗ്ലൂ ഇട്ട് കവർ എടുത്ത് മുന്നിൽ കയറി. നമുക്ക് മറ്റവനെ അവിടെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ വീണ്ടും ഇൻഹീലർ അടിച്ച്. ഇൻഹീലർ ഞാൻ അപ്പോഴും ഇന്ത്യയൊക്കെ കുറേ ഉണ്ടാവില്ല എല്ലാ കളിയും. അങ്ങനെ ഇൻഹീലർ അടിച്ച് നമ്മൾ സോണിൻ്റെ പുറത്തേക്ക് പോയി. സോണിൻ്റെ പുറത്തേക്ക് പോയി. എന്നിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു ഗ്ലൂട്ട് നിന്ന്. എന്നിട്ട് നമ്മൾ കുറച്ചെൻ്റെ ഈ മരത്തിൻ്റെ ബാക്കിലേക്ക് നിന്നായിരുന്നു. എന്നിട്ട് നമ്മൾ ഗ്രോസ് ആയിട്ടാണ് നല്ല ഹെൽത്ത് കൊടുത്ത് നല്ല ഹെൽത്ത് കൊടുത്ത്. എന്നിട്ട് നമ്മൾ ഗ്ലൂ വാളിട്ട് റഷ് അടിക്കാൻ തുടങ്ങി. ഞാൻ കളി ആയപ്പോൾ റഷ് അടിക്കാതെ അഥവാ ഫേക്ക് ആണെങ്കിൽ എന്തെങ്കിലും ഓന് നമ്മൾ സുഖമായിട്ട് കൊല്ലാം. എന്നിട്ട് ഇവനെ 92 കൊടുത്തു. ഇവനാണ് ചാവുണ്ടായിരുന്നു. ഇവനെ കൊല്ലാൻ നല്ല ബുദ്ധിമുട്ടിയായിരുന്നു. എന്നിട്ട് നമ്മൾ ഇവനെ 35 കൊടുത്തു. എന്നിട്ട് ഗ്രോസ് ആയിട്ട് അവനെ ഒരു 16ൻ്റെ ഹെഡും 16ൻ്റെ ബോഡിയും 86ൻ്റെ ഒരു ഹെഡും കൊടുത്തിട്ട് ആ കളി നമ്മൾ പോയി അടിച്ച്. ആ കളി നമുക്ക് കുറച്ച് റിസ്ക് ഉണ്ടായിരുന്നു പോയി അടിക്കാൻ. അങ്ങനെ ആ കളി എന്തായാലും നമ്മൾ പോയി അടിച്ചിട്ടുണ്ട്. ആ കളി നമുക്ക് 37+ കിട്ടി. അങ്ങനെ നമ്മൾ ഗ്രാൻഡ് മാസ്റ്റർ പുഷിങ് ആണ്, അത് നമ്മൾ പറഞ്ഞില്ലേ. എന്നിട്ട് ഞാൻ ബൈക്ക് എടുത്ത് ഇവിടെ വന്നപ്പോൾ ഒരുത്തന്നെ ഇവിടെ നിന്ന് അടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവനെ വണ്ടി കൊണ്ട് അടിച്ച് കൊല്ലാൻ നോക്കി. ഇന്ത്യയിലാണ് ഈ കളി പൊട്ടാതാണുള്ളത്. നമ്മൾ ക്യാരക്ടർ സ്കില്ലെടുത്ത് അടിച്ചിങ്ങനെ ഓരോ നമ്മൾ അടിക്കാൻ വയ്ക്കണില്ല. അങ്ങനെ നമ്മൾ ക്യാരക്ടർ സ്കില്ലിട്ട് അടിച്ചു. എന്നിട്ട് ഇവിടെ ഗ്ലൂ ഇട്ടിട്ട് അവൻ്റെ അങ്ങനെ ലൂട്ടി. നമ്മളാണ് ഈ റിപ്പയർ കിറ്റൊക്കെ അടിച്ചു. അത് ഇന്ത്യയൊക്കെ ഉണ്ടായിരുന്നതാണ്. ഞാൻ ഈ റിപ്പയർ കിറ്റ് അങ്ങനെ ഈ ഫമാസ് 3 M10 3 ഒക്കെ കിട്ടും. കാരണം മറ്റൊരു സാധനം മറ്റേ ഈ ടോക്കണൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുപോകില്ല, ആ സാധനം കുറേ എടുക്കലുണ്ട്. അത് കാരണം എനിക്ക് ഇങ്ങനത്തെ ഈ ലെവൽ 3 ഗണ്ണൊക്കെ എപ്പോഴും ഉണ്ടാവലുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യൽ. എന്നിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ലാസ്റ്റ് എനിമി ആയിരുന്നു. നമ്മളാണ് ഈ ബൈക്ക് കൊണ്ട് ഓനെ ഇവിടെ വന്നിട്ട് നമ്മൾ ഇടിച്ച്. നമ്മൾ കൈറോസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ഇൻഹീലറൊക്കെ അടിച്ച്
നമ്മൾ നേരെ ഇതിൻ്റെ ഉള്ളിൽ കയറി ഇടിക്കാൻ നോക്കി. എന്നിട്ട് നേരെ പൊട്ടാസായിട്ട് ഒരു അടി കൊടുത്ത്, എന്നിട്ട് വീണ്ടും ഒരു അടി കൊടുത്ത്. ശരിക്കും പറഞ്ഞാൽ ഇവനെ കൊല്ലാനാണ് ഞാൻ ശരിക്കും ഏറ്റവും കൂടുതൽ പാടിട്ട്. കഴിഞ്ഞവരെ പിന്നെയും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇവനെ നിങ്ങൾ എത്ര ഹെൽത്ത് തന്നെ കൊടുക്കണുണ്ടോ. ഈ ടൈമിൽ എൻ്റെ കയ്യിൽ നിന്ന് അറിയാണ്ട് പൊട്ടാസ് മാറിയതാണ്. ഞാൻ പൊട്ടാത്ത കയ്യിൽ വിചാരിച്ചിട്ട് അടിക്കുകയാണ്. കണ്ടാ എത്ര ഹെൽത്ത് കൊടുത്തിട്ട് ഓൺ ചാവണില്ല. നമ്മൾ വീണ്ടും വീണ്ടും പൊട്ടാസായിട്ട് അടിച്ച് ഒരു ഫ്ലയറല്ല ആ തീൻ്റെ സാധനം അടിച്ചു. എന്നിട്ട് നമ്മൾ ചാടി വന്നിട്ട് 2 പൊട്ടാസായിട്ട് അടിച്ചപ്പോഴേക്കും ഓൺ ചത്ത്. അങ്ങനെ ഈ കളി നമ്മൾ കുറച്ച് റിസ്ക് അടിച്ചിട്ട് നമ്മൾ പൂയി അടിച്ചിട്ട് എന്തായാലും നമ്മൾ പൂയി അടിച്ചു. ഇത് നമ്മൾ അടുത്ത കളി വന്ന്, അടുത്ത കളി എൻ്റെയൊക്കെ മോൺസ്റ്റർ ട്രക്കാണല്ലേ. ഞാൻ മോൺസ്റ്റർ ട്രക്കായിട്ട് വന്നിട്ട് ഇവിടെ ഒരു എനിമി ഉണ്ടായിരുന്നേ. എനിമീനാണെങ്കിൽ നമ്മൾ വണ്ടി കൊണ്ട് അടിച്ച് കൊല്ലാൻ നോക്കി. ഇവനാണെങ്കിൽ ഒരു പൊട്ടനായിരുന്നു. നമ്മളാണെങ്കിൽ ഇവനെ വന്നിട്ട് മോൺസ്റ്റർ ട്രക്കായിട്ട് ഇടിക്കാൻ നോക്കി, പക്ഷെ ഇടിക്കാൻ വഹിച്ചില്ല. നമ്മൾ ക്യാരക്ടർ സ്കില്ല് ഇട്ടിട്ട് ഓനെ ട്രോഗണായിട്ട് നല്ല അടി എടുത്തു, നല്ല ഡാം കൊടുത്തു. എന്നിട്ട് VSS ആയിട്ട് നമ്മൾ ഓനെ അവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഓൻ്റെ വന്നിട്ട് നൈസിനൊക്കെ ഒന്ന് ലൂട്ടിയിട്ട് വീണ്ടും നമ്മളെ മോൺസ്റ്റർ ട്രക്ക് എടുത്ത് പോയി. എന്നിട്ട് പിന്നെ ഉണ്ടായതാണ് ഇനി കാണിക്കാൻ പോണേ. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഓനെ ബൈക്ക് കൊണ്ട് ആദ്യം ഇടിച്ചിട്ട് ഞാൻ ട്രോഗണായിട്ട് അവനെ ഫിനിഷ് ആക്കിയിട്ട് അവൻ്റെ ലൂട്ട് ബോക്സിൽ നിന്ന് കുറച്ച് കളക്ഷൻ എടുത്തു. എന്നിട്ട് ഇവിടെ ലാസ്റ്റത്തെ ഞാൻ ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ ഓനെ VSS ആയിട്ട് അടിച്ചു. ഓൻ ലോഞ്ച് പാഡ് ഇടാവുന്നപ്പോൾ ഓനെ അടിച്ചു. എന്നിട്ട് ഞാൻ തീയിൻ്റെ കണ്ണേറ്റ് ഓന് 42 കൊടുത്ത്. എന്നിട്ട് ഞാൻ വീണ്ടും കൊടുത്ത്. എന്നിട്ട് മരത്തിൻ്റെ ബാക്കിൽ നടി കിട്ടൂല വിചാരിച്ചിട്ടാണ് തോന്നണേ. എന്നിട്ട് ഓന് മരത്തിൻ്റെ ബാക്കിൽ നിന്ന് നല്ല ഹിറ്റ് കൊടുത്ത്. എന്നിട്ട് ഓന് 41-51 കൊടുത്ത്. ഓനാണെങ്കിൽ നല്ല ഡാമേജ് ഞാൻ കൊടുത്ത്. ഇവനാണ് ചാവുണ്ടായി. എന്നിട്ട് ഞാൻ VSS ആയിട്ട് അടിച്ചിട്ട് ആ കളി നമ്മൾ സുഖമായിട്ട് പോയി അടിച്ച്. ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അടുത്ത അടിപൊളി വീഡിയോ ആണ്. എല്ലാവർക്കും ബൈ.